ഗ്ലൂ ഗൺ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ വേഗം എടുത്തോണ്ട് വന്നോ ഈസി ആയിട്ട് നമുക്കൊരു ലാമ്പ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഈ ഒരു ഗ്ലൂ ഒട്ടിപ്പിടിക്കാത്ത ഏതെങ്കിലും ഒരു സർഫസ്, അതായത് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സർഫസ് ആണ്. ഞാനിവിടെ അതിവിദഗ്ധമായിട്ട് ഗ്ലാസ് ആയിരുന്നു എടുത്തത്. ഒരു വശത്ത് പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് ഊരിപ്പോകുന്ന സാധനമാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ ഉണങ്ങി വന്നപ്പോൾ എങ്ങനെയാണ് പറിച്ചെടുത്തതെന്നുള്ളത് കുറച്ച് നേരത്തിനുള്ളിൽ കാണാൻ പറ്റും. എന്റെ പൊന്നോ, ഈ സാധനമൊക്കെ വരച്ചെടുക്കുമ്പോൾ എന്തുമാതിരി കോൺഫിഡൻസ് ആയിരുന്നു എന്ന് അറിയുമോ? അതൊക്കെ ദാ ഇവിടം വരെയുള്ളൂ, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് പറിച്ചതാണ്. അപ്പോഴല്ലേ മനസ്സിലായത് സാധനം പറഞ്ഞു വരണില്ല. വലിയ കാര്യത്തിൽ 10 മിനിറ്റിന്റെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് ഏകദേശം 1/2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മൊത്തം പറിച്ചെടുത്തത്. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഇതുപോലെ വല്ല ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കേഴ്സിന്റെ ഒക്കെ ബാക്കിൽ ഒരു ഷീറ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ എടുക്കുന്നതാണ്. അതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇതുപോലെ പറഞ്ഞു വരണം. മാത്രമല്ല ഇതുപോലെ നല്ല ഭംഗിയിലും കിട്ടും. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ വീട്ടിലെ ടൈൽസ് ഇല്ലേ, ടൈൽസിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. നോട്ട് ദ പോയിന്റ്, പേടിക്കേണ്ട, ടൈൽസിന് കേടുപാടുകളൊന്നും വരില്ല. അപ്പൊ കാര്യമൊക്കെ പിടിയിട്ടില്ലേ, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, അത് പറിച്ചെടുക്കുക, എന്നിട്ട് ഒരു ക്യാപ്പിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക, പെയിന്റ് അടിച്ചെടുക്കുക. നമ്മൾ ഉദ്ദേശിച്ച് വന്നത് ഒരു ലാമ്പ് ആണല്ലോ, അപ്പൊ ഒരു ലാമ്പും കൂടെ കത്തിച്ച് അതിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് പിന്നെ പറയണ്ടല്ലോ, ആ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കുക, ആസ്വദിക്കുക. പക്ഷെ നേരിട്ട് കാണാനാട്ടോ ഭംഗി, വീഡിയോയിലെ ഒരു വികൃതമായ ഒരു രൂപമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മറക്കണ്ട.